ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 27 അധ്യായം 66 അവർ പോയി കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി. ഇന്ന് വലിയ ശനിയാഴ്ചയാണ്. നമുക്കറിയാം, പീഡാനുഭവ വെള്ളിക്കും ഈസ്റ്ററിനും ഇടയ്ക്കുള്ള ദിനമാണ് ഈ വലിയ ശനിയാഴ്ച. ഇന്നത്തെ വചനഭാഗത്തില് പുരോഹിത ശ്രേഷ്ഠരും നിയമജ്ഞരും ഫരിസേയരും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ. അവരുടെ ജീവിതത്തില് ഈശോ പുനരുദ്ധാനത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈശോ ഉദ്ധാനം ചെയ്യും എന്നുള്ള ഒരു പേടി അവിടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ആ പേടി മാറ്റാൻ വേണ്ടി ഈ കല്ലറയ്ക്ക് ഈ കല്ലിന് മുദ്ര വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഭൃത്യന്മാരെ, കാവൽക്കാരെ അവിടെ കൊണ്ട് ആക്കുന്നുണ്ട്. എന്തിനാ ഈ ഒരു കാര്യം? അവർക്കൊരു പേടിയുണ്ടല്ലേ. ഈ വലിയ ശനിയാഴ്ച എൻ്റെ ഈശോ എനിക്ക് നൽകുന്നത് എന്താണ്? ഒരു പ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ സന്ദേശമാണ്. അതുകൊണ്ടാണ് ഈ വലിയ ശനിയാഴ്ച നമുക്ക് പുത്തൻ തീയും പുത്തൻ വെള്ളവും പള്ളിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ. എന്തിനു വേണ്ടിയാണ് ഇത് തരുന്നത്? നീ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറണം. നിനക്ക് വേണ്ടി നിന്റെ ദൈവം പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചു. നിന്റെ പാപങ്ങൾ അവൻ ഏറ്റെടുത്തപ്പോൾ നിന്റെ ജീവിതം വിശുദ്ധിയില്, പുതുമയില് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നിനക്ക് സാധിക്കണം. അതുകൊണ്ടാണ് വലിയ ശനിയാഴ്ച നമ്മൾ മാമോദീസ കർമ്മം നടത്തിയിരുന്നു അല്ലെ. ഈശോയുടെ പുനരുത്ഥാനത്തിലും മരണത്തിലും ഒക്കെയുള്ള പങ്കാളിത്തമാണ് മാമോദീസ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് മാമോദീസയിലൂടെ ഒരു പുതിയ സൃഷ്ടിയാകുന്നത് പോലെ നിന്റെ ജീവിതത്തില് ഇന്നോളം നിനക്കുണ്ടായിരുന്ന എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ട് ശുദ്ധമായ ഹൃദയത്തോടുകൂടി ഒരു പുതിയ സൃഷ്ടിയാകുവാനായിട്ട് നിനക്ക് സാധിക്കണം. ഈ വലിയ ശനിയാഴ്ച എന്നോട് പറയുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം ഇത് തന്നെ. നീ ഒന്ന് മാറേ. ഇതുവരെ നീ പാപം ചെയ്തിട്ടുണ്ട്, ഇതുവരെ നീ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിനക്ക് വേണ്ടി നിന്റെ ദൈവം അവസാന തുള്ളി രക്തം ചിന്തി നിന്നെ രക്ഷിച്ചു. ഇനി നിന്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരരുത്. നീ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറണം. നിന്റെ ജീവിതം നന്മ നിറഞ്ഞതായിരിക്കണം. നിന്റെ ജീവിതത്തില് എപ്പോഴും വിശുദ്ധി ഉണ്ടാവണം. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ എത്രമാത്രം വിശുദ്ധിയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആത്മശോധന ചെയ്യാൻ പറ്റണം. മാമോദീസായില് നമുക്ക് ലഭിച്ച വിശുദ്ധി ഉണ്ടല്ലേ. വിശുദ്ധിയുടെ വെണ്ണയുള്ള ഒരു വസ്ത്രം, ദൈവരാജ്യത്തിനുള്ള യോഗ്യത ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എത്രമാത്രം ആ യോഗ്യത കാത്തു സൂക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്? പലപ്പോഴും ഭൗതികമായ സുഖങ്ങളുടെ പിന്നാലെ പോയിട്ട് ലോകസുഖങ്ങൾ നേടാനായിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. എന്നാൽ ഈ വലിയ ശനിയാഴ്ച നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഇനി പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുകയില്ല എന്ന്. ഇനി ഒരു പുതിയ സൃഷ്ടിയായിട്ട് ദൈവത്തിന് പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് നമ്മൾ വളർന്നു വരും എന്നുള്ളത്. അതുകൊണ്ട് ഈ വലിയ ശനിയാഴ്ച ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് വന്നുപോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കാനായിട്ട്, ഒരു പുതിയ സൃഷ്ടിയായിട്ട് ദൈവത്തിന് പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് ജീവിക്കുവാനായിട്ട്, പ്രത്യാശയോടുകൂടി അവരുടെ ഉദ്ധാനത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.